നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിക്കും UAEക്കും ആയുധം കൈമാറാൻ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച കരാർ ബൈഡൻ ഭരണകൂടം റദ്ദാക്കിയതായി റിപ്പോർട്ട്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റാണ് തീരുമാനമറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെ നടപടി ബാധിച്ചേക്കുമെന്നാണ് സൂചന. ചില വിദേശ രാജ്യങ്ങൾക്ക് ആയുധം കൈമാറാൻ മുൻ പ്രസിഡന്റ് ട്രംപ് ഒപ്പുവെച്ച കരാർ നടപ്പിലാക്കുന്നത് നിർത്തിവച്ചതായാണ് US സ്റ്റേറ്റ് വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്ന വിവരം. സൗദിയും UAEയുമാണ് ഇതിൽ ഉൾപ്പെടുന്നതെന്ന് വാർത്താ ഏജൻസികൾ വ്യക്തമാക്കുകയുണ്ടായി. സൗദിയുടെ നേതൃത്വത്തിൽ യമനിൽ തുടരുന്ന ആക്രമണങ്ങളോട് ശക്തമായ എതിർപ്പ് ഇലക്ഷൻ പ്രചാരണ ഘട്ടത്തിൽ തന്നെ ബൈഡനും ഡെമോക്രാറ്റുകളും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കരാർ പൊടുന്നനെ റദ്ദാക്കിയതിന്റെ കാരണം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. F-35 യുദ്ധവിമാനങ്ങൾ UAEക്കും നവീന യുദ്ധോപകരണങ്ങൾ സൗദിക്കും കൈമാറാൻ വൻ തുകയുടെ കരാറിലായിരുന്നു അമേരിക്ക നേരത്തെ ഒപ്പുവച്ചിരുന്നത്. എന്നാൽ അധികാരം കൈമാറുന്നതിന് തൊട്ടുമുമ്പ് US സെനറ്റിൽ UAEക്ക് F-35 യുദ്ധവിമാനം കൈമാറാനുള്ള തീരുമാനം US സെനറ്റ് അംഗീകരിച്ചതാണ്. പ്രതിപക്ഷ എതിർപ്പ് മറികടന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബിൽ പാസാക്കിയിരുന്നത്. F-35 ജെറ്റുകൾ, ഡ്രോൺ, ആയുധങ്ങൾ തുടങ്ങിയവയ്ക്കായി $23 ബില്യൺ ഇടപാടാണ് അമേരിക്കയുമായി UAE നടത്തിയിരുന്നത്. ഇസ്രായേലുമായുള്ള സമാധാന കരാറിന്റെ പശ്ചാത്തലത്തിലും ഇറാൻ ഭീഷണിയെ ചെറുക്കുന്നതിനും ആയുധ കൈമാറ്റം അനിവാര്യമാണെന്നായിരുന്നു മുൻ പ്രസിഡന്റ് ട്രംപിന്റെ നിലപാട്. എന്നാൽ UAEക്കും സൗദിക്കും ഈ പ്രഖ്യാപനം അപ്രതീക്ഷിത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഇത് എന്ത് എന്ന ആശങ്കയിലാണ് പ്രവാസി ലോകം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.